ആ ഇത്തികാഫ് ഒരു ദിവസം ഒരാൾ ഇത്തികാഫ് ഇരുന്നാൽ ജഅലല്ലാഹു ബൈനഹു ബൈനൻ നാരി, അവന്റെയും നരകത്തിന്റെയും ഇടയിൽ അല്ലാഹു തആല സലാസത ഖനാദിക 3 കിടങ്ങുകളെ ആക്കും. ഉദയാസ്തമയ സ്ഥാനങ്ങൾക്കിടയിലുള്ളതിനേക്കാളും വിദൂരമായിട്ടുള്ള മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുള്ളതിനേക്കാളും ദൂരമുള്ള 3 കിടങ്ങ് ഇവന്റെ നരകത്തിന്റെ ഇടയിൽ വന്ന പിന്നെ എങ്ങനെ നരകത്ത് കിടക്കല്? അതിനൊരു ദിവസം ഇത്തികാഫ് ഇരുന്നാൽ മതി. ഒരു ദിവസം 24 മണിക്കൂർ ഇങ്ങനെ എന്നും പാടായിട്ടല്ല, നിരന്തരം 24 മണിക്കൂർ. ചിലർക്കൊന്ന് ചിന്തിക്കാൻ തന്നെ കഴിയില്ല. നിസ്കാരത്തിന് തന്നെ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ പോയാൽ മതി. 5 നേരത്തെ ഒന്നാലും ക്ഷമട്ടാത്ത മതി. മോമിനികളൊക്കെ ഉണ്ടാവും. എല്ലാ ഹസനത്തും ചെയ്യണവന്മാർക്ക് ഓനക്ക് ഹസനത്ത് ഇങ്ങനെ എഴുതപ്പെടുകയും ചെയ്യും. കാരണം ഈത്തികാഫ് ഇരിക്കൽ കാരണമായിട്ട് അവന് മറ്റൊരു പോകാൻ വെച്ചാൽ, മയ്യത്തിനും പോകാൻ വെച്ചാൽ, പലതും വെയ്യല്ലോ, പല പണിക്കും വെയ്യല്ലോ, അതൊക്കെ അവനക്ക് ഇവിടെ എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കും. അള്ളാന്റെ വീട്ടിൽ അള്ളാന്റെ അതിഥിയായിട്ടിരിക്കുകയാണ്. ഇത്തികാഫ് വർദ്ധിപ്പിക്കൽ നോമ്പുകാരന് പൊതുവേ സുന്നത്ത. റമദാൻ 1 ദിവസം ഇപ്പം എല്ലാവരും ഇത്തികാഫ് എഴുതിയിട്ടില്ലേ? എപ്പോൾ പള്ളി കയറി ഇത്തികാഫ് എഴുതി വിളി. റമദാൻ മാസത്തിൽ അധികം ഈത്തികാഫ് ഇരിക്കൽ സുന്നത്താണ്. ഈത്തികാഫ് എന്ന് പറയുന്നത് നഫ്സിനെ കാക്കാൻ ഏറ്റവും നല്ലതാണ്. ഇബാദത്തിലേക്ക് നഫ്സും കെട്ട് നല്ലോണം കെട്ട് ഒഴിഞ്ഞു കെട്ടാനേ അള്ളാഹുത്തല അങ്ങനെയാണ് പറയുന്നത്. എൻ്റെ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞാണ് വാ, നാസുദ്ധ ഫക്കറക്കാൻ, നിന്റെ ദാരിദ്ര്യമൊക്കെ ഞാൻ എനിക്ക് മാറ്റിത്തരും. ഇബാദത്തിനായിട്ട് ഇങ്ങോട്ട് ഒഴിഞ്ഞ് നിൽക്കണം. ഈ മാസം ഇബാദത്തിനുള്ള മാസമാണ്. അപ്പം നല്ലോണം ഈത്തികാഫ് ഇരിക്കണം. പള്ളിയിൽ നിന്ന് തെറ്റായ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. മ്യൂസിക് കേൾക്കൂല, ഗീബത്തുറയിലുണ്ടാവില്ല, നമീമത്തുറയിലുണ്ടാവില്ല, എന്തെങ്കിലും ഖുർആൻ ഓതണോ അതൊക്കെ കേൾക്കുള്ളൂ. പള്ളീൻ്റെ ഉള്ളിൽ ഇങ്ങനെ അള്ളാഹ് എന്നുള്ള ചിന്തയിൽ ഞാൻ ഇപ്പോൾ അള്ളാഹിൻ്റെ ആരാണ് പള്ളിയിൽ ആരാണ്? അതിഥിയാണ്. അള്ളാഹ് ആതിഥേയനാണ്. അള്ളാഹിൻ്റെ വീടല്ലേ. അള്ളാഹു തആലാനെ കൊണ്ട് ഇങ്ങനെ ഒരു ഈനാസ് ഉണ്ടായി പരിശീലിക്കുക എന്നുള്ളതാണ് ഈത്തികാഫിൻ്റെ ഒരു സംഗതി. പെണ്ണുങ്ങളില്ല, കുട്ടികളില്ല, ഓലൊക്കെ ഒഴിവാക്കിയിട്ടല്ലേ പള്ളി വന്ന് ഈത്തികാർ വീണ്. 10 ദിവസം റസൂലുള്ളാഹി ഇരുന്നിട്ടാണ്. ശ്രദ്ധ മീസറവും തുണി മുറുക്കിയെടുക്കുന്ന പറഞ്ഞാൽ സംയോഗമൊന്നും ഉണ്ടാവില്ല. ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടൊന്നും ഈ 10 ഒന്നുമില്ല. പിന്നെ ആരാളുള്ളത്? അള്ളാഹിൻ്റെ വീട്ടിൽ അള്ളാഹിൻ്റെ അതിഥിയായി. അത് ഖബറിലേക്കുള്ള ഏറ്റവും വലിയ ഒരു പരിശീലനമാണെന്നാണ് ഇമാമികൾ അതിനെ പറ്റി പറയുന്നത്. ഖബറിൽ നമുക്ക് ആരേ ഉണ്ടാവുള്ളൂ? അള്ളാഹ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവസാനത്തെ 10 വിശേഷമാണ്. ലാ സിയമ, പ്രത്യേകിച്ചും തുല്യത അല്ല എന്നാണ് ഫില്ലസല്ലി. റമദാൻ്റെ അവസാനത്തെ 10 ഇത് ചെയ്യുന്നതിൻ്റെ തുല്യത വേറെ എവിടെയില്ല. അത് പ്രത്യേകിച്ചുമാണ് അവസാനത്തെ 10. എന്തുകൊണ്ടെന്നാൽ അപ്പോൾ അവന് മുടുക്കമായ സുന്നത്താണ് ഇഖ്താറു സലാസത്തിൽ മദ്കുറത്തി. ഈ 3 കാര്യങ്ങൾ അവിടെ വർദ്ധിപ്പിക്കൽ റസൂലുള്ളാഹിനെ പിൻപറ്റാൻ വേണ്ടി റസൂലുള്ളാഹി ചെയ്തു. ഏത് ചെയ്തു? ഈ 3 കാര്യങ്ങൾ: ഖുർആൻ വർദ്ധിപ്പിക്കുക, സ്വതക്ക വർദ്ധിപ്പിക്കുക, ഇത്തികാഫ് വർദ്ധിപ്പിക്കുക. ലൈലത്തുൽ ഖദറിനെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിച്ചതിന് വേണ്ടി. ലൈലത്തുൽ ഖദർ എന്തായാലും ഷാഫി ഇമാമൊക്കെ പറഞ്ഞത് ഈ അവസാനത്തെ 10 27 ഉറപ്പിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. 27 21 3 ഒക്കെ ആവാം. 27 നമ്മൾ ഉറപ്പിച്ചതാണ്. അതൊക്കെ അവിടെ അവ്യക്തമാക്കി വെച്ചിരിക്കുകയാണ്. അത് എന്നും പരിശ്രമിച്ചു വിളിച്ചിട്ടേ എന്ന് വെച്ചാൽ 10 ദിവസമേ ഉള്ളൂ.